എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു സ്ക്രബിങ്ങും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു പാക്കാണ്. ഇത് നമ്മുടെ മുഖത്തിൻ്റെ വ്രതകോശങ്ങളെ നല്ല പോലെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ മുഖക്കുരൊക്കെ വന്നിട്ട് ഇങ്ങനെ കുത്തു പോലെയൊക്കെ എന്നൊക്കെ ഉണ്ടാവില്ലേ, ഈ മനപ്പ് പോലെയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കരിവാളിപ്പ്, അതുപോലെ മൂക്കിൻ്റെ അവിടുത്തെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അങ്ങനത്തെ എല്ലാതും ഈ ഒരൊറ്റ കാര്യം ചെയ്തോട് കൂടിയിട്ട് മാറിപ്പോണ ഒരു അടിപൊളിയാണ് കേട്ടോ. ഒരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റാണ് കിട്ടുക. നമ്മൾ ഒരു പുറത്തുനിന്ന് നമ്മൾ ബ്ലീച്ചിങ്ങൊക്കെ പലരും ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ അറിയാം. നമ്മളൊരു ചെപ്പിലൊരു സാധനമൊക്കെ പണ്ടൊക്കെ മേടിക്കാറുണ്ട്. അറിവില്ലാത്ത സമയത്തൊക്കെ ഞാനും മേടിച്ചതൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നിട്ട്. പക്ഷെ അത് നമ്മൾ കറക്റ്റ് സമയം നോക്കി എടുത്തില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചെറിയ ഹെയറുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല വെളുത്ത കളറായിട്ട് മാറും, ഇല്ലെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് മാറും. അപ്പോൾ അതൊക്കെ ഒരു സമയം നോക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതിനൊന്നും പോകാൻ നിൽക്കാണ്ട് നമുക്ക് നേച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ അതിനേക്കാൾ ഉപരി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. കല്ലം പഞ്ചസാര എടുക്കരുത്. നമ്മുടെ മുഖത്തൊക്കെ സ്കിന്ന് വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടത്തേലും ഭയങ്കര സോഫ്റ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. വല്ലാണ്ട് നൈസ് പൊടിയാക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. ഇത് നമുക്ക് ഒരു 5-6 ടീസ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് ആവശ്യമാണ്, ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിത് ചെയ്യാനായിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ. നല്ല വെളിച്ചെണ്ണ എടുക്കാമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാരച്യൂട്ടിൻ്റെ ഈ 20 രൂപയുടെ ഈ ഒരു ചെപ്പ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇത്തിരി മോയ്സ്ചറൈസിന് വേണ്ടിയിട്ട് നമ്മൾ തേൻ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലാസ് സ്കിൻ പോലെ ആക്കി കൊണ്ടുവരാനായിട്ട് വെളിച്ചെണ്ണ മാത്രം മതിയാവും. വെളിച്ചെണ്ണ കൊണ്ട് എന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും, നല്ല സോഫ്റ്റ് ആവും, നല്ല കളറൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ ധാരാളം കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് തേൻ നല്ല തേൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീര്. ഇതൊരു 2-3 തുള്ളി മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് എടുക്കണം, ഒരുപാടൊന്നും ആക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് നമുക്കൊരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റും കൂടി കിട്ടുന്നുള്ളത് കേട്ടോ. നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത്, അതുപോലെ ഇത് മുഖത്തേക്ക് മാത്രമല്ല നമ്മുടെ കഴുത്തിലുണ്ടാവുന്ന കറുപ്പ് കളറ്, അതുപോലെ തന്നെ നമ്മൾ ഈ മേടിക്കുന്ന മാലകളൊക്കെ ഇടുമ്പോഴും സ്വർണ്ണത്തിൻ്റെ മാലകൾ ഇടുമ്പോഴും പലർക്കും കഴുത്തിൻ്റെ അവിടെ നല്ല ഡാർക്ക് കളർ വരും. പിന്നെ ഹോർമോണിൻ്റെ ചേഞ്ച് പോലെ അതിന് നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് ചികിത്സ തരണം. അല്ലാതെ വരുന്ന കറുപ്പ് നിറത്തിനും നമ്മുടെ കയ്യിനുണ്ടാവുന്ന കരിവാളിപ്പിനൊക്കെ കയ്യിനും കാലിനൊക്കെ ഉണ്ടാവുന്ന കരിവാളിപ്പിനും ഈ ഒരു അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് കാലുമലൊക്കെ ഇടുമ്പോൾ നമ്മൾ തേൻ ചേർക്കേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മൾ തൈരോ പാലോ എന്തെങ്കിലും ചേർത്താലും മതി കേട്ടോ. തേനൊക്കെ നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കിട്ടാൻ പറ്റണവരാണെങ്കിൽ നമ്മൾ ചേർക്കാൻ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കാലുമലിക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മിക്സ് ചെയ്യാൻ പോകാം കേട്ടോ. ഓരോ ടീസ്പൂൺ എടുത്താൽ മതി. എന്നും ടീസ്പൂൺ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു തപ്പലാണ്. അപ്പോൾ ഇത് ഇത്രയ്ക്ക് എടുക്കണുള്ളൂ. ഇത് മുഖത്തേക്കും കഴുത്തിലേക്കും മാത്രമാണ് ഞാനിട്ട് കാണിക്കുന്നത്. ഇവിടെ നമ്മളൊരു റൂമിലിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പഞ്ചസാര തരില്ലേ, ഉറുമ്പ് വന്നാൽ പിന്നെ പണി കിട്ടും. മേത്ത് നമ്മളൊരു തുണിയൊക്കെ ഇട്ടിട്ട് പഴയ ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുളിക്കാനൊക്കെ പോണേക്കാളും മുൻപ് നമ്മൾ ഈ കാര്യം ചെയ്യാം കേട്ടോ. അതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, തേൻ ചേർക്കണോണ്ടാണ് ഇത്രയ്ക്ക് മതി എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 1/2 ടീസ്പൂണോളം തേൻ വേണം കേട്ടോ. മറ്റേതൊക്കെ ഞാനൊരു തുള്ളി കണക്കാണ് പറയാറ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം തേൻ വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് കേട്ടോ. ഇതും 2-3 തുള്ളി നീരേ വേണ്ടൂ, അധികം ചേർക്കാൻ പാടില്ല കേട്ടോ. ചിലവർക്ക് ഇത് ചെറുനാരങ്ങയുടെ നീര് അലർജി ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ ഈ ഒരു നാരങ്ങയുടെ നീര് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. ബാക്കി ഇത് 3 മാത്രം ഇട്ടിട്ടായാലും ഈ ഒരു സ്ക്രബിങ് ചെയ്യാം, നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക കേട്ടോ. ഇത് നമ്മുടെ ചുണ്ടുമലിക്ക് നല്ലതാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചുണ്ട് വളരെയധികം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നല്ലൊരു സ്ക്രബിങ് കൊടുത്ത് ആ ഡെഡ് സ്കിന്നിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലിപ് ബാമോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ബീട്രൂട്ട് കൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിവിടെ നമുക്ക് വേണ്ട ലിപ് ബാമുകൾ നമുക്ക് ചെയ്ത് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ബീട്രൂട്ട് കൊണ്ടൊക്കെ ലിപ് ബാം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ അതും ആക്കി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ ഒരു 15 രൂപയുടെ ലിപ് ബാം ചെറുത് ഞാനിവിടെ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് നമ്മൾ മുഖത്ത് നല്ല പോലെ തേച്ച് കൊടുക്കുക, കഴുത്തിലും തേച്ച് കൊടുക്കുക. ഒരു 15-20 മിനിറ്റ് നേരം മാത്രമേ നമുക്കിത് മുഖത്തേക്ക് ഇടേണ്ട കാര്യമുള്ളൂ. ആ മൂക്കിൻ്റെ അവിടെ, താടിയുടെ അവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യണം കേട്ടോ. ഇത് അത്ര വലിക്ക് ഇതൊന്നുമില്ല, കണ്ട ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഉരയ്ക്കുമ്പോഴും വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. ഈ നമ്മൾ കയ്യുമ്മലൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ചെറിയ ചെറിയ തടിപ്പുകൾ, സ്കിന്നിന് അലർജി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ടും ആ ഒരു കാര്യം അടിപൊളിയാണ്. പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് നമ്മൾ കയ്യുമ്മലും കാലുമ്മലൊക്കെ ചെയ്യുമ്പോൾ. അത് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ഞാനത് പറഞ്ഞു തരുന്നത്. അതങ്ങനെ മാറിയിട്ടുള്ളതാണ്. നമുക്ക് ഇതിവിടെ സ്കിന്നിൻ്റെ ഇവിടെ നല്ല പോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഭാഗം മുഴുവൻ അത് പകർന്ന ഒരു ഐറ്റം കൂടിയായിരുന്നു. അതാണ് നമുക്ക് മാറ്റിയെടുത്തത്. ഞാൻ ഒരു പ്രാവശ്യം സ്കിന്നിൻ്റെ ചെയ്തു. അത് ചെയ്ത് നല്ല വേദന എടുത്തിട്ടുണ്ട്, ഒത്തിരി ബ്ലഡ് പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ രണ്ടാമതും നമുക്കത് വന്നപ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു നോക്കിയത്. പിന്നെ എനിക്ക് ആ സാധനം സ്കിന്നിൻ്റെ ആ ഒരു അലർജി വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ണിയുള്ളത് കൊണ്ടാണ് എനിക്ക് ഒരു പേടി കിടന്നത്. അവനൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ ഈ ഒരു വിശർപ്പ് തട്ടി കഴിഞ്ഞാൽ അത് കുഞ്ഞിന് വളരെയധികം പ്രശ്നമാവും. അവരുടെ മേത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് സ്കിന്നല്ലേ, അപ്പോൾ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അരിയത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കും. കഴുത്തിൻ്റെ അവിടെയൊക്കെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വല്ലാണ്ടിട്ട് ഉരച്ച് പൊട്ടിക്കരുത്. ആദ്യം നമ്മളിങ്ങനെയൊക്കെ തേച്ച് ഒരു സ്ക്രബിങ് കൊടുത്തതിന് ശേഷം നല്ലപോലെ മുഖത്തൊന്ന് മസാജ് കൊടുക്കുക. മസാജ് എന്ന് പറഞ്ഞാൽ പതുക്കെ മസാജ് കൊടുക്കുക, കഴുകിക്കളയുക. നല്ല റിസൾട്ട് തന്നെയാണ്. നമുക്കിവിടെ തേക്കുമ്പോൾ തന്നെ ആ ഒരു കഴുത്തിനൊരു മാറ്റമൊക്കെ കാണാൻ പറ്റും. ഇത് ഞാനിട്ട് ഉരച്ചിട്ടൊന്നുമല്ല കേട്ടോ, പതുക്കെയാണ് ചെയ്യണത്. പിന്നെ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട അപ്പോൾ ഒരു ചുവപ്പ് കളറിലേക്ക് എത്തുന്ന സ്കിന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും തേനും പഞ്ചസാരയല്ലേ, അടിപൊളിയാണ് കേട്ടോ. രണ്ട് മിനിറ്റ് നേരെ സ്ക്രബിങ് കൊടുത്താൽ മതി. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നിങ്ങളിത് കഴുകി കഴിയുമ്പോൾ. ചുണ്ടിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടൊക്കെ നല്ല പിങ്കിഷ് റെഡിഷ് കളറിലേക്കൊക്കെ എത്തും കേട്ടോ. ആ കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ നല്ലതാണ്. സിഗരറ്റൊക്കെ വലിക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് നല്ലതാണ്. എടുത്തുകൊണ്ട് നമുക്ക് വായിലേക്ക് പോയോണ്ടും കുഴപ്പമുള്ളതൊന്നുമല്ലല്ലോ. എല്ലാം നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മളോട് ചെയ്യണേ. ഇപ്പം നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ സ്ക്രബിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് ഹെഡ്സൊക്കെ വരുന്നുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ആ സാധനമൊന്നും നമുക്കങ്ങനെ മൂക്കിൻ്റെ അവിടെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ഈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ പെട്ടെന്ന് ഒരുപാട് കൂടിയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവിടെ സ്കിന്ന് പൊട്ടും ചെയ്യും. അതുപോലെ തന്നെ തൊലിയൊക്കെ പോയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തരും. അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി പഞ്ചസാര പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ചൊന്ന് തേക്കണമെന്നല്ലല്ലോ. ഇപ്പോൾ തേനില്ലെങ്കിലും പഞ്ചസാരയും വെളിച്ചെണ്ണ മാത്രം ഉണ്ടായാലും നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടുത്തെ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്ത്
ഒരു 20 മിനിറ്റ് ശേഷം നമ്മൾ കഴുകുക കേട്ടോ. നമ്മുടെ കൈ തന്നെ നമ്മുടെ മുഖത്തേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ടേ നല്ലൊരു മാറ്റം നമുക്ക് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പേക്കോളൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ മുന്നിലിരുന്നിട്ട് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിലിരുന്ന് കാണിക്കേണ്ട ഒരു ചുമതല ഉണ്ടല്ലോ. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നമുക്ക് തന്നെ നമ്മുടെ മുഖത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ നല്ലൊരു ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി ക്രീമാണ്. ഇതൊക്കെ നമുക്ക് വൈകുന്നേരം ഈ സ്ക്രബിങ്ങൊക്കെ കഴിഞ്ഞ് ആ ഒരു ക്രീമൊക്കെ തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുഖം നല്ല സോഫ്റ്റ് ആവും. നമ്മുടെ പ്രായത്തിന് നമ്മൾ കുറച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. നമ്മൾ മുഖം കഴുകി വന്നിട്ട് അടിപൊളിയാണ്. എല്ലാം സോഫ്റ്റാക്കി ആയിട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിത് കഴുകുമ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നേരിയ ചൂടുവെള്ളത്തിൽ നമുക്ക് ആദ്യം ഫേസ് വാഷ് മുഖത്തേക്ക് തേച്ചതിന് ശേഷം നേരിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയെടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുഖത്തിന് യാതൊരു പ്രശ്നമില്ല. ചൂട് കൂടാൻ പാടില്ല. നേരിയ ചൂടുവെള്ളത്തിൽ. പിന്നെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ആ ഒരു വെളിച്ചെണ്ണ അതിങ്ങനെ മുഖത്തിങ്ങനെ നിലനിൽക്കും. അതായത് നമുക്ക് തേനും വെളിച്ചെണ്ണ ഇതിലുണ്ടല്ലോ. അപ്പോൾ രണ്ടും കൂടിയാകുമ്പോൾ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫേസ് വാഷ് എടുത്തിട്ട് മുഖം കഴുകുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കടലമാവ് എടുത്തിട്ടായാലും മുഖം കഴുകുക കേട്ടോ. മുഖം കഴുകിയതിന് ശേഷം നല്ലപോലെ ഇതേപോലെ ഒപ്പിയെടുത്തിട്ട് നമ്മുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്കൊരു ഫിനിഷിങ്ങിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അത് തേച്ച് കൊടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ ഇതിപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് അലോവേര ജെൽ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഇത്രയും വില കൊടുത്തിട്ട് ഈ ഒരു ഐറ്റം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതവിടെ അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ മസ്റ്റായിട്ട് ഈ ഒരു സ്ക്രബിങ് എല്ലാവരും ചെയ്യണം. നമ്മുടെ ആ മുഖത്തെ ആ ഒരു എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനായിട്ട് നല്ലൊരു സ്ക്രബിങ്ങാണ് കേട്ടോ. മുഖത്തേക്ക് മാത്രമല്ല കയ്യിനും കാലിനും കഴുത്തിനും എല്ലാത്തിനും വളരെയധികം ഗുണം ചെയ്യണ ഒരു അടിപൊളി സ്ക്രബിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.